ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതെൻ്റെ വോയിസിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം വേറൊന്നുമല്ല കേട്ടോ, തംബ്നെയിലിൽ നിങ്ങൾ കണ്ടത് തന്നെയാണ് റീസൺ. കാരണം ഒരു തുടക്കക്കാരി എന്ന നിലയിൽ ഞാൻ യൂട്യൂബിൽ ഇപ്പോൾ എൻ്റെ ലോങ് വീഡിയോയിൽ 3-ാമത്തെ ലോങ് വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഇതാണ് അത് 3-ാമത്തെ ലോങ് വീഡിയോ. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ കുറച്ച് അധികം തന്നെ പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് 2 വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും. അത് എങ്ങനെയാണ് ഞാൻ അതിനെ തിരുത്തിയത്, അതുപോലെ തന്നെ ചെറിയ ചെറിയ തെറ്റുകൾ ആ വീഡിയോനെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. നിങ്ങൾ ആ വീഡിയോ ഒന്ന് പോയിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ശരിക്കും പറഞ്ഞാൽ ആ വീഡിയോ ഒക്കെ എനിക്ക് തന്നെ കാണാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ അതിൽ എങ്ങനെ വീഡിയോ എടുക്കണമെന്നോ അല്ലെങ്കിൽ ഷോർട്സിനെ എങ്ങനെ എടുക്കണം, ലോങ് വീഡിയോ എങ്ങനെ എടുക്കണം, യാതൊരു ഐഡിയ ഇല്ലാതെ ഞാൻ തുടങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു യൂട്യൂബ് ചാനൽ. അപ്പോൾ അതിൽ ഇപ്പോൾ ഈ 3-ാമത്തെ വീഡിയോയിൽ ഞാൻ കൊണ്ടുവന്ന ചില മാറ്റങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. എൻ്റെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണ് ഞാൻ വീഡിയോസ് എല്ലാം എടുക്കുന്നത്. അതിന് പ്രത്യേകിച്ച് ട്രൈപോഡോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. ഞാൻ പല സ്ഥലങ്ങളിൽ, അതായത് ഇപ്പോൾ കിച്ചണിൽ ജോലി ചെയ്യുകയാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ച് വീഡിയോ എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് അങ്ങനെയുള്ള വീഡിയോസൊക്കെ എടുത്ത് വെച്ച് ഇൻഷോട്ട് ആപ്പിലാണ് ഞാൻ എഡിറ്റ് ചെയ്തത്. അപ്പോൾ അവിടെയാണ് എനിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ പറ്റിയത്. മെയിനായിട്ടുള്ള പ്രശ്നം വന്നത് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ആസ്പെക്ട് റേഷ്യോ സെറ്റ് ചെയ്യുന്ന ഭാഗത്തായിരുന്നു. അതായത് നമ്മളിപ്പോൾ ഒരു ലോങ് വീഡിയോ ഒക്കെ ആണെങ്കിൽ അത് നമുക്ക് വ്യൂ ആകുന്നത് ഒരു വൈഡ് സ്ക്രീനായിട്ടായിരിക്കും. പക്ഷേ ഇത് ഒരു ഷോർട്സൊക്കെ ആണെങ്കിൽ ഒരു വെർട്ടിക്കൽ ഷേപ്പിലെ മോഡലിലാണ് നമ്മൾക്കത് വ്യൂ ആകുന്നത്. മൊബൈലിൽ നമ്മൾ കാണുമ്പോൾ അതൊരു വെർട്ടിക്കൽ മോഡലിലായിരിക്കും നമുക്ക് വ്യൂ ആകുന്നത്. ഇപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ആസ്പെക്ട് റേഷ്യോ സെറ്റ് ചെയ്യണം എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ഞാൻ പിന്നീട് നമ്മുടെ യൂട്യൂബിൻ്റെ സഹായം തന്നെയാണ് കേട്ടോ, വേറെ ആരോടും നമുക്ക് ചോദിക്കാനില്ലല്ലോ. അപ്പോൾ അങ്ങനെ യൂട്യൂബിലൂടെ തന്നെയാണ് ഞാൻ എങ്ങനെയാണ് നമ്മുടെ ഷോർട്സിനുള്ള ആസ്പെക്ട് റേഷ്യോ സെറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലോങ് വീഡിയോയ്ക്ക് എന്ത് മാറ്റം വരുത്തണം എന്നൊക്കെ മനസ്സിലാക്കി അതിലാണ് മെയിനായിട്ട് ഞാനൊരു മാറ്റം കൊണ്ടുവന്നത്. അത് തന്നെ എൻ്റെ വീഡിയോയിൽ വലിയൊരു മാറ്റം, അതിൻ്റെ വ്യൂ നന്നായാൽ മാത്രമല്ലേ ആളുകളിലേക്ക് നമ്മളത് എത്തിക്കാൻ പറ്റുള്ളൂ, ആളുകൾ കണ്ടിരിക്കുള്ളൂ. ഇപ്പം ഞാനാണെങ്കിൽ കൂടെ അത് തന്നെയാണ് അവസ്ഥ. പിന്നീട് ഞാൻ എൻ്റെ വീഡിയോയിൽ കൊണ്ടുവന്ന വലിയൊരു മാറ്റമാണ് നമ്മുടെ ക്യാമറ വ്യൂവിൻ്റെ ആംഗിൾ മാറ്റി വെച്ചത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക, അപ്പോൾ ചായ ഇടുകയാണെങ്കിൽ ചായ ഇടുന്നത് ഒരേ ആംഗിളിൽ വെച്ച് ചായ ഇടുന്നത് മുഴുവനായിട്ടും വീഡിയോ എടുക്കുന്നതിനെക്കാട്ടിലും നല്ലത് പല ആംഗിളിൽ, ഒരു ചായ ഇടുന്നതായാലും അത് പല ആംഗിളിൽ ഷൂട്ട് ചെയ്യണമെന്നത് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. മറ്റേത് നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്ത് പോവും, പിന്നീട് ഒരേ വ്യൂ കുറേ നേരം കാണുമ്പോൾ മറ്റുള്ള ആളുകൾക്ക്, നമ്മുടെ വീഡിയോ കാണുന്ന മറ്റു ആളുകൾക്ക് അതൊരു വിയേർഡ് ഫീലിംഗ് ആയിരിക്കും തരും. അപ്പോൾ ഞാൻ അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് അതും മാറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു കാര്യത്തിന് പല ആംഗിളിൽ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ എടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ നിന്ന് തന്നെ കാണുന്ന വീഡിയോസിൽ നിന്നാണ് കേട്ടോ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഒരുപാട് പേര് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എങ്ങനെ വീഡിയോ എടുക്കണം, എങ്ങനെ അത് ചെയ്യണം, എങ്ങനെ ഇത് ചെയ്യണം. പക്ഷേ ഇതൊന്നും അറിയാതെ ഞാൻ ആദ്യം വീഡിയോ ഒക്കെ എടുത്ത് എൻ്റെ രീതിയിൽ ഞാൻ ഇട്ട് നോക്കി. പിന്നീടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നമ്മളല്ല ഇത് ആദ്യമായിട്ട് ചെയ്യുന്നത്. ഇതിന് മുന്നേ ചെയ്ത് വെച്ചിട്ടുള്ളവർ അവർക്കുള്ള മിസ്റ്റേക്കും കാര്യങ്ങളും ഒക്കെ
അവർ യൂട്യൂബിലൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ തിരഞ്ഞ് ഓരോ ചെറിയ കാര്യങ്ങൾക്കും നമ്മൾ തിരഞ്ഞേണ്ടി വരും. അപ്പോൾ അങ്ങനെ തിരഞ്ഞിട്ടാണ് ഞാൻ ഓരോ എൻ്റെ തെറ്റുകളും തിരുത്തിയത്. അതുപോലെ തന്നെ വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇൻ ദിസ് വീഡിയോ എന്നെഴുതിയിട്ട് ഒരു ഇൻട്രോ വീഡിയോ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ ഞാൻ കൊണ്ടുവന്ന ചെറിയൊരു മാറ്റമാണ്. നമ്മുടെ വീഡിയോയിലുള്ള അട്രാക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ മുന്നിൽ വരുന്നത് പോലെ നമ്മൾ അത് ഒരു ചെറിയ ഒരു 30 സെക്കൻഡ് വരുന്ന ഒരു വീഡിയോ പോലെ ആക്കിയെടുത്ത് അതിന് സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത് ഞാൻ കൊണ്ടുവന്ന മറ്റൊരു മാറ്റമാണ്. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഇൻഷോട്ട് ആപ്പിൽ തന്നെ നമുക്ക്, ഇപ്പം ഞാൻ ഉപയോഗിച്ചത് ഇൻഷോട്ട് ആപ്പായതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയുന്നത്. വേറെയും പല ആപ്പുകളും ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് കൂടുതൽ കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത്, ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതും ഇൻഷോട്ട് ആപ്പായതുകൊണ്ടാണ് ഞാൻ ഇൻഷോട്ട് എന്ന് എടുത്ത് പറയുന്നത് കേട്ടോ. വേറെ ഇല്ലാതെ അല്ല. അപ്പോൾ അതിലാകുമ്പോൾ എനിക്ക് കുറച്ച് കംഫർട്ടബിളായിട്ട് തോന്നി. അപ്പോൾ അതിൽ നമ്മൾക്കുള്ള എഫക്റ്റൊക്കെ കൊടുക്കാൻ, നമ്മുടെ വീഡിയോയ്ക്കുള്ള എഫക്റ്റൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓപ്ഷനുകൾ അതിൽ തന്നെ ഉണ്ട്. നമുക്കത് യൂസ് ചെയ്തിട്ടും ആനിമേഷനും അതുപോലെ തന്നെ നമ്മുടെ വോയിസ് റെക്കോർഡ് ചെയ്യാനും അതുപോലെ തന്നെ എഫക്റ്റൊക്കെ കൊടുക്കാനും ഒക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഇൻഷോട്ട് ആപ്പ് തന്നെയാണ് കേട്ടോ. അതിൽ ഞാൻ ആദ്യം എല്ലാം ചെയ്ത് കഴിഞ്ഞ് ശേഷമാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഈ 2-3 കാര്യങ്ങളിൽ കൊണ്ടുവന്ന മാറ്റം തന്നെ എൻ്റെ വീഡിയോസിലും ഒരുപാട് മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക്. അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ എൻ്റെ പഴയ വീഡിയോ കണ്ടാൽ മതി. പഴയ വീഡിയോ എന്ന് വെച്ചാൽ ഇതിന് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്ത 2 വീഡിയോസ് ഉണ്ട്. അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്തൊക്കെ മാറ്റമാണ് എൻ്റെ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് എന്നുള്ളത്. ഒന്നുമല്ല, ഇനിയും ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ വീഡിയോസിലൊക്കെ കൊണ്ടുവരാനുണ്ട് എന്നുള്ളത് എനിക്കറിയാം. എങ്കിൽ കൂടെ ഞാൻ ചെയ്ത ഈ ചെറിയ മാറ്റങ്ങൾ എൻ്റെ വീഡിയോസിൽ കൊണ്ടുവന്ന വലിയ മാറ്റത്തെയാണ് ഞാൻ ഈ വീഡിയോ മൂലം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എനിക്ക് വീഡിയോ എടുക്കാൻ അറിയില്ല, അതുപോലെ തന്നെ എനിക്ക് എഡിറ്റിംഗ് ഒന്നും അറിയില്ല. ഞാൻ എങ്ങനെയാണ് ഒരു ചാനൽ തുടങ്ങുക, ഞാൻ എങ്ങനെ എൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുക, അങ്ങനെയൊക്കെ ആലോചിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ. അപ്പോൾ അവർക്കെങ്കിലും ഇത് ഉപകാരമാവും എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ ചെയ്യുന്ന ഏതൊരു ജോലി ആയിക്കോട്ടെ, അത് ചെറുതായിക്കോട്ടെ അല്ലെങ്കിൽ വലുതായിക്കോട്ടെ, ഏതാണെങ്കിലും അതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് എഫേർട്ട് ഉണ്ട്, ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.